ഹലോ, വെൽക്കം ടു കാസ്മാറ്റിക്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പുതിയ സ്വിഫ്റ്റാണ്. ഇന്ത്യൻ വാഹന വിപണി അടക്കി വാണ രാജാവ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നത്തെ നമ്മുടെ അതിഥീനെ കുറിച്ചാണ്. 2024 ന്യൂ സ്വിഫ്റ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4ാം തലമുറക്കാരനാണ് അവൻ. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ 2005 മുതലാണ് പുതിയ സ്വിഫ്റ്റ് വരുന്നത്. മെയ് 2005 ഈ വാഹനം പുറത്തിറങ്ങുന്നത്. അതിനുശേഷം 2005 മുതൽ 2011 വരെ ഫസ്റ്റ് ജനറേഷൻ വരികയും 2011 തൊട്ട് 2017 വരെ രണ്ടാമത്തെ ജനറേഷൻ വരികയും 2017 മുതൽ ഇന്ന് വരെ 3ാം ജനറേഷൻ ഇറങ്ങുകയും ഇതേ 4ാമത്തെ ജനറേഷനാണ് ഇപ്പോൾ 2024 പുറത്തിറങ്ങിയത്. അപ്പോൾ മാരുതി സുസുക്കിയുടെ കണക്കനുസരിച്ചിട്ട് കഴിഞ്ഞ 3rd ജനറേഷൻ്റെ അവസാന കാലഘട്ടം കണക്ക് കൂട്ടുമ്പോൾ മാരുതി ഏറ്റവും കൂടുതൽ വിറ്റിട്ടുള്ള വാഹനം മാരുതി സുസുക്കി സ്വിഫ്റ്റാണ്. അത് ഏകദേശം 28 ലക്ഷം വാഹനങ്ങൾ കൂടുതൽ വിറ്റിട്ടുണ്ടെന്നാണ് കമ്പനിയുടെ കണക്ക്. മാത്രമല്ല ലോകത്തിൽ തന്നെ 68 ലക്ഷം സ്വിഫ്റ്റുകളാണ് ഇന്ന് വരെ വിറ്റുപോയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പുതിയ അതിഥിയെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. 2024 ന്യൂ സ്വിഫ്റ്റാണ്. ഇപ്പോൾ ന്യൂ സ്വിഫ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഫ്രണ്ട് ഫേഷ്യയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് ഗ്രില്ല് തന്നെയാണ്. എൻറ്റയർലി ന്യൂ ഗ്രില്ലാണ്, ന്യൂ ഫേഷ്യയാണ്. അത് പ്രത്യേകിച്ചും ബ്ലാക്ക് മൈക്ക ഫിനിഷിൽ ഗ്ലോസി ബ്ലാക്കിൽ ഹണികോം ഗ്രിൽ എഫക്റ്റാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. പഴയ സ്വിഫ്റ്റിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സ്വിഫ്റ്റുമായിട്ട് ലോഗോ താഴത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. ബോണറ്റിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ പുതിയ സ്വിഫ്റ്റിൻ്റെ ഹെഡ് ലാമ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഹെഡ് ലാമ്പിൽ വന്നിട്ടുള്ള മേജർ മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു ബൂമറാങ് LED സ്ട്രിപ്പ് ലാമ്പാണ് ഇവിടെ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ വിസിബിലിറ്റി ഫ്രണ്ട് സൈഡ് ഒന്നുകൂടി വൈഡർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോണറ്റിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂപ്പിഷ് ബോണറ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിന് ഒരു പ്രത്യേക ലൈൻ, ഒരു ക്യാരക്ടർ ലൈനും കൂടി ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് ഈവൻ ഷോൾഡർ ലൈനിലേക്ക് പോകുമ്പോൾ പോലും നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പുതിയ സ്വിഫ്റ്റിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ സിഗ്നേച്ചർ ലൈൻസാണ്. ഷോൾഡർ ലൈൻസ് വളരെ ബോൾഡറാണ്, കുറച്ചുകൂടി മസ്കുലർ ആയിട്ടുണ്ട്, വളരെ മാൻലി ഫീൽ തോന്നുന്നുണ്ട് പഴയ സ്വിഫ്റ്റിനെ വെച്ച്. പിന്നെ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ട് 163 mm ആണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ആവശ്യത്തിനുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് വാഹനത്തിന് നൽകിയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു കൂടുതൽ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി കണ്ടുകൊണ്ടായിരിക്കണം. ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് വന്നിട്ട് 2450 mm ആണ്. ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 3860 mm. ഈ വാഹനത്തിൻ്റെ ഹൈറ്റ് വന്നിട്ട് 1560 mm. ഈ വാഹനത്തിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 1735 mm ആണ്. ഈ വാഹനത്തിൻ്റെ വീൽ സൈസ് വന്നിട്ട് 180/95/14 ആണ്. പഴയ സ്വിഫ്റ്റിൽ എല്ലാവരും പരാതി പറഞ്ഞിരുന്നത് ഡോർ ഹാൻഡിൽസിനെ കുറിച്ചാണ്. ഇത് നോക്കിയേ, ഡോർ ഹാൻഡിൽസ് പ്രോപ്പറായിട്ടുള്ള ആ പൊസിഷനിലേക്ക് തന്നെ വന്നു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. പണ്ട് ഇവിടെയായിരുന്നു, ഈ സൈഡിലായിരുന്നു. ഇവിടെയാണ് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ. ഇവിടെ വ്യക്തതയും കൃത്യതയും വന്നു. മാത്രമല്ല ഒരു ചെറിയ ക്വാർട്ടർ പാനൽ കുറച്ചും കൂടി വീതി കൂടി കുറച്ചും കൂടി ഏരിയ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഈ സൈഡ് കൂടുതൽ ഏരിയ കാണാവുന്ന രീതിയിൽ. വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു LED ടെയിൽ ലൈറ്റ്സ്, ആ ബൂമറാങ് സ്ട്രിപ്പ് LED കോൺസെപ്റ്റിൽ തന്നെയാണ് ബാക്ക് സൈഡിലും നിർമ്മിച്ചിട്ടുള്ളത്. ആ ഒരു സിഗ്നേച്ചർ പ്രത്യേകിച്ച് LED ലാംപ്സിൽ കൊടുത്തിട്ടുള്ളത് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ബാക്ക് സൈഡിൽ ആ ഒരു സിഗ്നേച്ചർ ലൈൻ, നമ്മൾ സൈഡിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ആ സൈഡിൽ നിന്ന് വന്ന ആ സിഗ്നേച്ചർ ലൈൻ കണ്ടിന്യൂ ചെയ്ത് ബാക്കിലെ സ്പോയിലറിൽ കൂടി കടന്നു പോവുകയാണ്. ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വന്നിട്ട് 265 ലിറ്ററാണ്. ആവശ്യത്തിനുള്ള ബൂട്ട് സ്പേസ് കമ്പനിയോട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുസുക്കി ആ പഴയ സ്വിഫ്റ്റിൻ്റെ ക്യാരക്ടർ ഡിസൈൻ എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ 4th ജനറേഷൻ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. പുതിയ സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയറിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ബെസ്റ്റ് ഡ്രൈവിംഗ് പൊസിഷനാണ്, ഒരു സംശയം വേണ്ട. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീല് നോക്കുകയാണെങ്കിലും കോർഡിനേഷൻ, ഫ്രണ്ടിലെ വിസിബിലിറ്റി എല്ലാം പെർഫെക്റ്റാണ്.
ഇപ്പം നമ്മൾ ഇപ്പോൾ ഉള്ള വേരിയൻ്റ് എന്ന് പറയുന്നത് പുതിയ സ്വിഫ്റ്റിൻ്റെ VXi ഓപ്ഷണൽ വാഹനത്തിലാണ്. ഇതിൽ വന്നിട്ടുള്ളത് 7 ഇഞ്ച് ടച്ച് സ്ക്രീനാണ് ഫ്രണ്ടിൽ. അതുപോലെ തന്നെ മൾട്ടി ലെയർ ഡാഷ്ബോർഡാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഒരു ചെറിയ കാർബൺ ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ഫീലാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത് ഫ്രണ്ട് സൈഡിൽ. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും വാഹനത്തിന് ഫ്രണ്ട് സൈഡിൽ നൽകിയിട്ടുണ്ട്. അതിലൊരു ഫീച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടത് മാക്സിമം AC എന്ന് പറയുന്നൊരു ടോഗിൾ സ്വിച്ചാണ്. നമ്മളിപ്പോൾ എത്രയും ചൂട്ടത്ത് വന്നിരുന്നിട്ട് പെട്ടെന്ന് AC, അതായത് പെട്ടെന്ന് തണുക്കണമെങ്കിൽ മാക്സ് AC എന്ന ആ ഫംഗ്ഷൻ വളരെയധികം നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഡോർ സൈഡിലേക്ക് വരുമ്പോൾ ഡോർ ട്രിംസൊക്കെ വളരെ വ്യത്യസ്തവും പുതിയതുമാണ്. പ്രത്യേകിച്ച് ആ ഡിസൈൻ കോൺസെപ്റ്റ് തന്നെ ഒരു ക്ലാസി ഡിസൈനാണ്. പ്രത്യേകിച്ച് സ്പീക്കർ സൈഡിലുള്ള ആ വെൻറ്റിലേഷൻ ഒരു ഓഡി ഫീലൊക്കെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് മികച്ച ഫാബ്രിക് സീറ്റ്സാണ് നൽകിയിട്ടുള്ളത്. ആവശ്യത്തിനുള്ള തൈ സപ്പോർട്ടും ആവശ്യത്തിനുള്ള ലംബാർ സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. പുതിയ സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയറാണ്, ബാക്ക് സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. വളരെ കംഫർട്ടബിളാണ്. നല്ല തൈ സപ്പോർട്ടും ആവശ്യത്തിന് വേണ്ട ലംബാർ സപ്പോർട്ടും ഉണ്ട്. ബാക്ക് സീറ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഫുള്ള് ബ്ലാക്ക് ഇൻറ്റീരിയറാണ് വാഹനത്തിൻ്റെ. അത് ട്രേഡ് മാർക്കാണ് ഒരു ഇന്ത്യൻ റോഡ് കണ്ടീഷന്. അതുപോലെ തന്നെ അത് ഈ സൈഡിലുള്ള പ്രത്യേകിച്ച് വിൻഡോ വ്യൂ പാസഞ്ചറിന് ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി നൽകുന്നുണ്ട്. അതൊരു പ്ലസ് പോയിൻ്റാണ്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ ഡ്രൈവ് സ്റ്റോറിയാണ്. ഇപ്പോൾ പുതിയ സെഡ് സീരീസ് എഞ്ചിനാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. സെഡ് സീരീസ് എഞ്ചിൻ്റെ പ്രത്യേകത 3 സിലിണ്ടറാണ്. 8 bhp പഴയ K സീരീസ് ആയിട്ടുള്ള വേരിയേഷനാണ് വാഹനത്തിൽ കാണുന്നതെന്ന് പറയുന്നത്. നമ്മൾ തുടങ്ങുന്നുള്ളൂ. 3 സിലിണ്ടറേതായിട്ടുള്ള ആസ് യൂഷ്വൽ മറ്റു വാഹനങ്ങളിൽ മറ്റു മാനുഫാക്ചറിൽ കാണുന്ന പോലത്തെ ഒരു വൈബ്രേഷൻസ് ഒന്നും തന്നെ ഈ വാഹനത്തിൽ എനിക്ക് കാണാൻ സാധിച്ചില്ല. പിന്നെ എനിക്ക് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് മാരുതി സുസുക്കി കൊടുക്കേണ്ടത് സ്റ്റിയറിംഗ് റെസ്പോൺസാണ്. സ്റ്റിയറിംഗ് ആവശ്യത്തിന് ഹെവിയാണ്. നമ്മൾ കോൺഫിഡൻസ് തരുന്നുണ്ട് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഉപയോഗിക്കുമ്പോഴും. ഡ്രൈവിംഗ് പൊസിഷൻ പെർഫെക്റ്റ് ആണ്. അത് വലിയൊരു പ്ലസ് പോയിൻ്റാണ്. എല്ലാ സ്വിഫ്റ്റ് ഓണേഴ്സും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഡ്രൈവിംഗ് അല്ല, സ്വിഫ്റ്റിംഗ് ആണ്. അത് ശരിക്കും ആദ്യത്തെ ജനറേഷനിലും സെക്കൻഡ് ജനറേഷനിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് വീണ്ടും 4th ജനറേഷനിലേക്ക് തിരിച്ചു കിട്ടിയെന്നുള്ള ഒരു സന്തോഷം എല്ലാവരുമായി ഞാൻ പങ്കുവയ്ക്കുകയാണ് ഈ നിമിഷത്തിൽ. അത് ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ തന്നെ വൈബ്രേഷൻ അത്ര വലിയ വൈബ്രേഷൻ എന്ന് പറയാനില്ല. സാധാരണ ഒരു വാഹനത്തിൽ കാണുന്ന പോലെ ഉള്ള ഒരു വൈബ്രേഷൻ ഒന്നും തന്നെ ഈ വാഹനത്തിലില്ല. 3 സിലിണ്ടറിൻ്റെ എല്ലാവരുടെയും വ്യാകുലത 3 സിലിണ്ടർ എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റ് എത്രത്തോളമാണെന്നാണ്. 3 സിലിണ്ടറിൻ്റേതായിട്ടുള്ള ആ ഒരു എന്താ പറയുക, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതിനുണ്ടെങ്കിൽ പോലും ആ ഒരു വൈബ്രേഷനോ അതുപോലെ തന്നെ എന്താ പറയുക മറ്റു വിഷമങ്ങളോ തന്നെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് സൗണ്ടാണ്. നോയ്സ് ലെവൽ വളരെയധികം റെഡ്യൂസ്ഡ് നോയ്സ് ലെവലാണ് എഞ്ചിൻ, പ്രത്യേകിച്ച് മറ്റേ പാസഞ്ചർ ക്യാബിനിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഫീല്. അതുപോലെ തന്നെ ഓവറോൾ നല്ല റൈഡ് ഹാൻഡ്ലിംഗ് ആണ്. മെക്ഫേർസൺ സ്ട്രട്ടാണ് ഫ്രണ്ടിൽ വരുന്ന സസ്പെൻഷൻ. അതുപോലെ ബാക്കിൽ ടോർഷൻ ബീം, പുതിയ റീഡിസൈൻ ടോർഷൻ ബീമാണ്. അതുകൊണ്ട് തന്നെ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് എല്ലാവർക്കും അറിയാലോ, സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ആണ്. അത് മാനുവൽ വാഹനം തന്നെ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് മാനുവൽ കിട്ടി. ഇന്ന് VXi ഓപ്ഷനിലാണ് നമ്മളുള്ളത്. ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും ABS EBD എല്ലാം തന്നെ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഒരു 7 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വാഹനത്തിന് നൽകിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതിയ AC മാക്സ് AC എന്ന് പറയുന്ന സങ്കല്പ ആ ഒരു കോൺസെപ്റ്റ് അതിമനോഹരമായിട്ട് ഈ വാഹനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഏറ്റവും ചൂട് കൂടുന്ന സാഹചര്യത്തിൽ വാഹനത്തിൽ കയറുമ്പോൾ പൊള്ളിയിരിക്കുന്ന സാഹചര്യത്തിൽ മാക്സ് AC ഇടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീച്ചറിൻ്റെ ഗുണം അനുഭവിക്കാവുന്നതാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഈ പറയുന്ന പോലെ സ്വിഫ്റ്റ് ആദ്യ മോഡൽ ഫസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റിൽ നിന്ന് ഒരുപാട് ആ സ്വിഫ്റ്റിൻ്റെ ക്യാരക്ടേഴ്സ് വിട്ടുപോയ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് പുതിയ സ്വിഫ്റ്റിൽ. അപ്പോൾ എന്താ പറയുക, ഒരു പെർഫെക്റ്റ് സബ് കോമ്പാക്ട് ഹാച്ച് ബാക്കായി പുതിയ സ്വിഫ്റ്റ് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പുതിയ സ്വിഫ്റ്റിൻ്റെ എപ്പിസോഡ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അല്ലേ? അപ്പോൾ ഈ വാഹനത്തിൻ്റെ വില അറിയണ്ടേ? അപ്പോൾ ഈ വാഹനത്തിന് വില വരുന്നത് 6,49,000 എക്സ് ഷോറൂം പ്രൈസ് മുതൽ 9,50,000 എക്സ് ഷോറൂം പ്രൈസ് വരെയാണ്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ.
അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് വരും വരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മീ ഡേവിസ് ചെറമൽ സൈനിങ് ഓഫ് ഫോക്കാസ്മാറ്റിക്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ റിവ്യൂ എല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നറിയാം. പക്ഷേ എല്ലാവരുടെ ഉള്ളിൽ ഒരു ഡൗട്ടുള്ളത്, ഇതിൽ 9 വേരിയൻ്റാണ് പുതിയ സ്വിഫ്റ്റ് വേരിയൻറ്റിൽ വരുന്നത്. 9 വേരിയൻറ്റ്സാണ് വരുന്നത്. ഈ 9 വേരിയൻറ്റിൽ ഏത് വാഹനം ചൂസ് ചെയ്യും, ഏതാണ് ബെറ്റർ ബൈ എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെല്ലാവരും, ഇപ്പോൾ ഞാൻ പറയുന്നതല്ല, പ്രേക്ഷകരും മാത്രമല്ല ടെക്നിക്കലായിട്ടുള്ള എക്സ്പേർട്സും എല്ലാവരും ഗ്യാദർ ചെയ്തുകൊണ്ട് പറയുന്നത് പുതിയ നമ്മുടെ VXi ഓപ്ഷണൽ 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. അതാണ് ഇന്ന് നമ്മൾ റിവ്യൂവിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനുള്ള കാരണം ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് പറയാം. അത്യാവശ്യം വേണ്ട പ്രീമിയം ഫീച്ചേഴ്സ് വാഹനത്തിലുണ്ട്. പ്രത്യേകിച്ച് കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അതുപോലെ തന്നെ സുസുക്കി കണക്റ്റ് എന്ന ഫീച്ചർ, അതുപോലെ തന്നെ ORVM ഫോൾഡിങ്ങിനുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഈ വാഹനത്തിലുണ്ട്. അപ്പോൾ പിന്നെ മാത്രമല്ല ടയർ സൈസ് 14 ആണ് വരുന്നത്. അപ്പോൾ ബേസിക്കലി എന്താ പറയുക, നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടും. അത്യാവശ്യം വേണ്ട പ്രീമിയം ഫീച്ചേഴ്സും അത്യാവശ്യം വേണ്ട ലോ എൻഡ് ഫീച്ചേഴ്സും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു ബെസ്റ്റ് ബൈ കാറാണ് പുതിയ സുസുക്കി സ്വിഫ്റ്റ് VXi ഓപ്ഷണൽ മാനുവൽ.